ഹലോ യുവേഴ്സ്, ഇതാണ് നമ്മളെ മെയിൻ പൂവൻ കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇവനെ നമ്മൾ കൊടുക്കുകയാണ്, ആവശ്യമുള്ളവർ നമ്മളെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ആകെ റേറ്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊരു മൾട്ടി കളർ പൂവനാണ്, നല്ല ഷൈനിങ് ഉള്ള കളറാണ്. അപ്പോൾ ഇവന് നമുക്ക് ഒരുപാട് നല്ല കളർഫുൾ മക്കളെ കിട്ടിയിട്ടുമുണ്ട്. ഇവൻ്റെ ഒരുപാട് മക്കൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, കുറേ സെയിലാക്കിയിട്ടുണ്ട്, കുറേ ഇവിടെ വെച്ചതും ഉണ്ട് പാരൻ സ്റ്റോക്കിലേക്ക്. അപ്പോൾ ഇവൻ എന്താ ഇപ്പോൾ കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ 3 പൂവന്മാരുണ്ട്, ഒക്കെ അഡൾട്ടായ പൂവന്മാരാണ്. അപ്പോൾ എല്ലാം കൂടിയും ഒത്തുകൂടുമ്പോൾ ക്രോസിങ് ശരിയാവാൻ കോഴിമുട്ടകൾ വിരിയാതെ വരും. അതുകൊണ്ടാണ് നമുക്കൊരു പുള്ളിപ്പൂവനുണ്ട്, ഒരു ലൈനേജ് പൂവനുണ്ട്, പിന്നെ വേറെ ഒരു പൂവനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പറയാം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ 100 കോഴി പരിപാടി അവസാനിപ്പിക്കുകയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് സ്ഥല സൗകര്യക്കുറവാണ് ഉള്ളത്, കൂടിൻ്റെ സൗകര്യക്കുറവാണുള്ളത്. നമ്മൾ പലതും വിചാരിച്ചിട്ടാണ് 100 കോഴി പരിപാടിയിലേക്ക് ഇറങ്ങിയത്. നമ്മൾ വിചാരിച്ചിട്ട് വലിയ നെസ്റ്റിംഗ് ബോക്സ് ഉണ്ടാക്കണം, എന്നിട്ട് അതിൽ തന്നെ മുട്ടടാനും അടിരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പലകകളൊക്കെ വാങ്ങി വെച്ചിട്ടും ഉണ്ടായിരുന്നു. നമ്മളന്ന് പിന്നെ 100 കോഴി പരിപാടീൻ്റെ വീഡിയോ ഇട്ട് അന്ന് തൊട്ട് നമ്മൾ പണിക്കാരെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ അവർ വന്നിട്ടില്ല. ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ കോഴിക്കൂട്. ഇതിലാണ് നമ്മളെല്ലാ കോഴികളും രാത്രി കിടക്കാറുള്ളത്. അതിൽ മുകളിലത്തെ കള്ളിയിൽ ഏകദേശം ഒരു 25 കോഴിക്ക് നല്ലോണം നിൽക്കാൻ പറ്റും. പിന്നെ ഉന്തിത്തിക്കി കയറ്റാൻ പറ്റൂലല്ലോ. പിന്നെ അടിക്കള്ളിയിലാണ് നമ്മൾ ഇടത്തരം കോഴികളാണ് ഇടാറുള്ളത്. പിന്നെ കോഴിക്കൂട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ക്രിയേറ്റിവിറ്റി ആട്ടോ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. അവർക്ക് ഇതേപോലത്തെ കമ്പിക്കൂടാണുള്ളത്. അവരെന്താ ചെയ്താൽ വെച്ചാൽ ഈ അടിഭാഗത്ത് ചുറ്റോടുറ്റും കല്ല് വെച്ച് തറ കെട്ടി എന്നിട്ട് ഫില്ല് ചെയ്ത് എന്നിട്ട് അടിഭാഗം ഒരു നല്ലൊരു കോഴിക്കൂടാക്കി എടുത്ത് നെറ്റ് ചുറ്റോടുറ്റും അടിച്ച് ഡോറും വെച്ച് കൊടുത്ത് ഓരോ അടിഭാഗത്ത് ഓരോ താറാവുകളും മോൾ ഭാഗത്ത് ഓരോ കോഴികളുമാണ്. ഒരു വീട്ടുകാർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്, ആരും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പണിക്കൂലീൻ്റെ ചിലവും ലാഭമായി കിട്ടി. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ഐഡിയ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. നമുക്കെന്നാൽ പിന്നെ ഒരാളെ കാത്തുക്കണ്ടേ ആവശ്യമേ വരുന്നില്ല. ആ ഒരു കൂട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. പിന്നെ അതാണ് ഒന്നാമത് നമ്മൾ സൗകര്യക്കുറവുകൊണ്ടാണ് 100 കോഴി പരിപാടി ഉപേക്ഷിച്ചത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ലൊരു കന്നിപ്പട ചത്തു പോയല്ലോ, അത് കണ്ടില്ല എല്ലാവരും ഷോർട്ട് വീഡിയോയിൽ. അത് മുട്ടയിട്ട് തുടങ്ങിയതേന്. പിന്നെ അസുഖം വരലും ചാവലൊക്കെ ഇതിലുള്ളതാണ്, അതൊക്കെ നമ്മൾ സഹിക്കുക. പിന്നെ ഈ ഒരു കൂടി ഞാൻ വളരെയധികം പ്രതീക്ഷയോട് കൂടി ഉണ്ടാക്കിയതായിരുന്നു. ഇതിലൊക്കെ കുറേ കോഴികളെ കൊള്ളിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല പെരുമഴ പെയ്തപ്പോൾ ആദ്യത്തെ 2 കള്ളീൻ്റെ ആ മൂലക്കൽ കുറേശ്ശെ ചോർച്ചുണ്ട്. അപ്പോൾ അത് നന്നാക്കി തരുമെന്ന് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ പണിയെടുത്ത പണിക്കാരൊന്നും പിന്നെ വന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ എങ്ങനെ റെഡിയാക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ അധികം നനവുള്ളിടത്ത് കോഴികൾ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അസുഖമാണല്ലോ വരിക. അപ്പോൾ ഈ കള്ളിയിലൊക്കെ നമുക്കൊരു വളരെ കുറഞ്ഞ കോഴികളെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് സ്ഥല സൗകര്യക്കുറവ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കൂട് കേട്ടോ. ഈ ഒരു കൂട് വാങ്ങിയിട്ട് എനിക്ക് ഒരുപാട് ഉപകാരമായ കൂട്. അത് ഞാൻ സെയിലിട്ടിട്ട് ഡെലിവറി ചാർജ് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ വാങ്ങിയില്ല. ഒരു കണക്കിന് വാങ്ങാൻ നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ഇത്രയും ഉപകാരമായ കൂട് വേറെ ഇല്ല. നല്ലൊരു കൂടാത്. ഇതിൽ ഞാൻ ആദ്യം ആദ്യത്തെ 2 കളിയിൽ അട വെച്ചിട്ട് പിന്നെ മക്കളെ 2 ബാച്ച് ഒന്നാക്കിയിട്ട് മുകളിലേക്ക് ഇടലാണ്. ഇപ്പം ഇതിൽ 3 അമ്മക്കോയും മക്കളും ഉള്ളത്. എന്തായാലും അട വെക്കാനും കുട്ടികളെ വെക്കാനും പറ്റിയ നല്ല കൂടാട്ടത്. പിന്നെ ഈ ഒരു കൂട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അട വെച്ചിരുന്നേ. ഇതിൻ്റെയൊക്കെ അടിപ്പലൊക്കെ പോയിട്ടുണ്ട്. നാളെ മാറ്റാൻ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കോഴിക്കുട്ടികളാകുമ്പോൾ ഓരോരോ ബാച്ചിനെ വേറെ ഇടണമല്ലോ. ഇത് നമ്മളെ ഒരു ബാച്ച് മക്കളെ ഇതിൽ ഏകദേശം 12ഓളം മക്കളെ കൊള്ളുന്ന ഒരു കള്ളിയാട്ടോ അത്. അതിൽ നമുക്കൊരു ബാച്ച് ബാൻസ്റ്റോക്കിലേക്ക് വെച്ച ബാച്ചാണ്. പിന്നെ ഇതിലും ഉണ്ട് ഒരു അമ്മക്കോഴി മക്കളും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അമ്മക്കോഴി മക്കളാകുമ്പോൾ ബാച്ചിന് സ്ഥലം വേണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സൗകര്യക്കുറവുകൊണ്ടും അട വെക്കാനുള്ള സൗകര്യക്കുറവുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഉപേക്ഷിച്ചത് കേട്ടോ. എന്നാലും ഉണ്ടാവും കോഴികൾ, 100 ഇല്ലാതെ ഉള്ളൂ. ഏകദേശം 80 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്, അസുഖമൊന്നും വന്ന് ചത്തു പോയിട്ടില്ലെങ്കിൽ. പിന്നെ എൻ്റെ കോഴി വളർത്തൽ രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനെന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോൾ കോഴിനെ മാറ്റിയിടുന്നതാണ്, വേഗം തന്നെ മരുന്ന് കൊടുക്കുന്നതാണ്, മരുന്നിനാക്കായില്ലേ മരുന്ന് മാറ്റുന്നതാണ്, ഒക്കെ ചെയ്യുന്നതാണ്. നമ്മളെ കന്നിപ്പടക്ക് ഞാൻ എല്ലാതും ചെയ്തിട്ടുണ്ട്. ന്യൂറോബയോണും പിന്നെ മൾട്ടിവിറ്റമിൻ സിറപ്പും പിന്നെ വേറൊരു ആൻറ്റിബയോട്ടിക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് രക്ഷപ്പെട്ടില്ല. അതിൻ്റെ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പാണ് രക്ഷപ്പെടില്ല. പിന്നെ നമ്മളൊരു കോഴിക്കുട്ടി വിരിഞ്ഞ് വലുതായി 6 മാസമായി മുട്ടിട്ട് തുടങ്ങി നമ്മളിങ്ങനെ സന്തോഷമായി വരുന്ന ടൈമിൽ അതിന് അസുഖം വന്നാൽ ചത്തു പോകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും, ഒരു മനസ്സ് ചടപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കോഴി ചത്തയിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. എന്താ പറയുക, ഞാൻ നല്ലൊരു കളർഫുൾ പിന്നെ ബ്രൗൺ ഒരു മഞ്ഞയും കറുപ്പൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കോഴിയാണ് അത്. ഏതായാലും അത് പോയി. പിന്നെ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വാക്സിൻ കൊടുത്തിട്ടില്ലേ? വാക്സിനൊക്കെ കൊടുത്താണ്. വാക്സിൻ കൊടുത്താലും അസുഖം വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ വാക്സിൻ കൊടുത്താൽ ഈ അസുഖം വന്നാൽ കുറച്ചും കൂടി അസുഖത്തിനെ പിടിച്ച് നിർത്താനുള്ളൊരു ശക്തി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചത്തുപോയി. ഇതിപ്പോൾ ഒരു 2-3-4 ദിവസം ഇങ്ങനെ കിടന്ന് എനിക്ക് ഉറപ്പാണ് അത് രക്ഷപ്പെടില്ല എന്ന്. കാല് തളർച്ച വന്നെന്ന് പറഞ്ഞാൽ വല്ലാതെ ക്ഷീണിച്ചും പോയി കോഴി. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോഴിക്ക് തീറ്റ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വരിക. എല്ലാ കോഴികളും അങ്ങനെയാണ്. ലാസ്റ്റ് അസുഖം സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ തീറ്റ എടുക്കാൻ പറ്റാതാവും. പിന്നെ വെള്ളം കുടിക്കും,
വെള്ളം മാത്രം ഇറങ്ങും, ചിലപ്പം വെള്ളം ഇറങ്ങാത്തൊരവസ്ഥയിലേക്ക് എത്തും, പിന്നെ ലാസ്റ്റ് ചത്തു പോവുക, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഇതിലുള്ളതാണ് കോഴി വളർത്തൽ. എന്നാലും നമ്മളൊരു കോഴി ചത്തു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ 100 കോഴി പരിപാടി നിർത്തി കേട്ടോ. ഒന്നാമത് സ്ഥല സൗകര്യക്കുറവും കാര്യമൊന്നും ഇല്ല, പിന്നെ എന്തോ ഒരു വിഷമമായിപ്പോയി കോഴി ചത്തയിൽ. ഒരു കോഴി ചത്തതിൻ്റെ അല്ല കേട്ടോ, കോഴി ഇഷ്ടം പോലെ ചാവും, വേറെ വിരിയൊക്കെ ചെയ്യും. അതെല്ലാം മെയിനായിട്ട് നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു സൗകര്യക്കുറവുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ്.